ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട കഥകളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഭഗവത്ഗീതയിലെ ചില ശ്ലോകങ്ങളാണ്. എല്ലാവരും അത് കേട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ആ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭക്തരും അതൊന്ന് കേട്ട് പ്രാർത്ഥിക്കുക, അർത്ഥം മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു ഭാഗവതത്തിലെ ഭാഗമാണ് ഗജേന്ദ്രമോക്ഷം. എന്താണ് ആ ഭാഗത്തിൽ വർണ്ണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധയോടുകൂടി അവസാനം വരെ കേട്ട് പ്രാർത്ഥിക്കണം. പണ്ട് പാണ്ഡ്യരാജ്യത്തിൽ ഇന്ദ്രദ്യുമ്നൻ എന്ന ഒരു ഭക്തനായ രാജാവുണ്ടായിരുന്നു. അദ്ദേഹം മലയപർവ്വത സാനുവിൽ പോയി മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു. ഒരു ദിവസം അദ്ദേഹം ഏകാന്ത ധ്യാനത്തിൽ ലയിച്ചിരിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി അവിടെ എത്തിച്ചേർന്നു. ധ്യാനനിരതനായിരുന്ന ആ രാജാവ് മുനിയുടെ ആഗമനം അറിഞ്ഞില്ല. തന്നെ കണ്ടിട്ട് എഴുന്നേറ്റ് ബഹുമാനിച്ചില്ല എന്ന കാരണത്താൽ അഗസ്ത്യമുനി നീയൊരു കാട്ടാനയായി തീരട്ടെ എന്ന് ഇന്ദ്രദ്യുമ്നനെ ശപിച്ചു. സമാധിയിൽ നിന്നും ഉണർന്നപ്പോൾ തൻ്റെ അനുചരന്മാരിൽ നിന്നും ഈ ശാപവൃത്താന്തം ആ രാജാവ് അറിഞ്ഞു. ഉടനെ തന്നെ രാജാവ് ഓടി മുനിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി. അദ്ദേഹം അഗസ്ത്യമുനിയുടെ മുമ്പിൽ മാപ്പിരുന്നു. തെറ്റിദ്ധാരണയുടെ പേരിൽ വിഷ്ണുഭക്തനായ ഒരു രാജാവിനെ ശപിച്ചത് അധർമ്മവും പാപകരവുമായി പോയി എന്ന് അഗസ്ത്യന് തോന്നി. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഹേ രാജരത്നമേ, അങ്ങ് എൻ്റെ അവിവേകം ക്ഷമിക്കണം. ശാപഗ്രസ്തനായാലും സച്ചിദാനന്ദ സ്വരൂപനായ കൈവല്യമൂർത്തിയെ അങ്ങ് ധ്യാനിച്ചു കൊള്ളുക. അദ്ദേഹം അങ്ങേക്ക് സായുജ്യമരുളും. ഈ വിധം ഉപദേശിച്ച് അഗസ്ത്യമുനി രാജാവിനെ സമാധാനപ്പെടുത്തി തിരിച്ചയച്ചു. ഒരു മുനിയായാലും അവന് അഹങ്കാരം പെരുത്താൽ പിന്നെ അവൻ മുനിയല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അഗസ്ത്യനും നടന്നു. താമസം വിന ഇന്ദ്രദ്യുമ്നൻ ഭയങ്കരനായ ഒരു ഗജേന്ദ്രനായി തീർന്നു. കാടുകളിൽ കയറി കാട്ടാനകളുമായി കൂട്ടം ചേർന്ന് മലകൾ കുത്തിമറിച്ചും മരങ്ങൾ കുത്തി വീഴ്ത്തിയും മദം പൂണ്ട് പുളച്ച് വിഹരിക്കുവാനും തുടങ്ങി. അപ്പോഴും കരിവരനായ ആ നരവരൻ്റെ ഹൃദയത്തിൽ വിഷ്ണു ഭഗവാന്റെ സ്മരണ സദാ നിഴലിച്ചുകൊണ്ടേയിരുന്നു. വർഷങ്ങൾ വളരെ കഴിഞ്ഞു. ഒരിക്കൽ അതീവ മനോഹരമായ ത്രികുടമെന്ന പുണ്യമായ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഇന്ദ്രദ്യുമ്നനും കൂട്ടാനകളും ചെന്നുചേർന്നു. അതിൻ്റെ മനോഹാരിതയാൽ അവിടെ നിന്നും തിരിച്ചു പോകുവാൻ രാജേന്ദ്രനായ ഗജേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല. ആ പുണ്യാദ്രിയുടെ മധ്യത്തിൽ അതിസുന്ദരങ്ങളായ ചെന്താമരപ്പൂക്കൾ നിറഞ്ഞ ഒരു പുഷ്കരണിയുണ്ടായിരുന്നു. ദിവസവും ആ കാട്ടാന അതിലിറങ്ങി തുമ്പിക്കരത്താൽ പുഷ്പങ്ങൾ പറിച്ച് ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടേയിരുന്നു. മേൽപോട്ടെറിഞ്ഞു പൂജിക്കുമായിരുന്നു ആ ഗജേന്ദ്രൻ. പൊയ്കയിൽ ആ കാലത്ത് ദേവല മഹർഷിയുടെ ശാപത്താൽ ഹുഹു എന്ന ഗന്ധർവൻ ഒരു മുതലയായി കിടപ്പുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഹസ്തീന്ദ്രൻ ആ സരസിൽ സ്നാനം ചെയ്ത് പുഷ്പ അർച്ചനകളും നടത്തിയതിനു ശേഷം
താമര വളയം പറിച്ചു ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മുതല അവൻ്റെ കാലിൽ മേൽ കടന്നു പിടിച്ചു. ഗജേന്ദ്രൻ ആ മുതലയെയും വലിച്ചുകൊണ്ട് കരയ്ക്ക് കയറുവാൻ ശ്രമിച്ചു. മുതല കടിവിടാതെ ഗജേന്ദ്രനെ അങ്ങോട്ടും വലിച്ചു. തുല്യ ശക്തിയോടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലി തുടങ്ങി. ആന ഇങ്ങോട്ടും മുതല അങ്ങോട്ടും. ആ നിൽപ്പിൽ വളരെ കാലം ഗജേന്ദ്രനായ ഇന്ദ്രദ്യുമ്നൻ നിന്നു കഷ്ടപ്പെട്ടു. അപ്പോഴും ആ ഗജേന്ദ്രൻ താമരപ്പൂക്കൾ പറിച്ച് ശ്രീഹരിയെ അർച്ചിക്കുവാൻ മറന്നില്ല. സദാസമയവും വിഷ്ണുനാമം അവൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. വളരെ കാലം ആഹാരമില്ലാത്തതിനാൽ ആ ഗജേന്ദ്രൻ മെലിഞ്ഞു ക്ഷീണിച്ച് മരണോന്മുഖനായി തീർന്നു. മുതലയുടെ പിടി അപ്പോഴും വിട്ടിരുന്നില്ല. ആ സമയം കരുണാവാരിധിയായ കമലേക്ഷണൻ ഗരുഡാരൂഢനായി അവൻ്റെ തലയ്ക്കുമീതെ വന്നു നിന്നു. അവൻ അർച്ചിച്ച പുഷ്പം ഭഗവാന്റെ തിരുശരീരത്തിൽ ചെന്നു പതിച്ചു. തൽക്ഷണം കൃപാനിധിയും ഭക്തവത്സലനുമായ ശ്രീനാരായണമൂർത്തി ആ ഗജേന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവന് മോക്ഷം നൽകി. അങ്ങനെ ശ്രീഹരി ഗജേന്ദ്രനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. അതോടുകൂടി ഹൂഹു എന്ന ഗന്ധർവന്റെ ശാപത്തിനും മോചനം സിദ്ധിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഗജേന്ദ്രമോക്ഷം. ഈ കഥ ഭക്തിപൂർവം കേട്ടു പ്രാർത്ഥിച്ചാൽ കടങ്ങൾ ഒഴിഞ്ഞു പോകും എന്നാണ് വിശ്വസിക്കുന്നത്. ആചാര്യന്മാർ അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഭക്തിപൂർവം ദിവസവും ഗജേന്ദ്രമോക്ഷം പാരായണം ചെയ്യുന്നതും കഥ കേട്ട് പ്രാർത്ഥിക്കുന്നതും ഋണമോചനത്തിന് സഹായിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. എന്ത് കാര്യമായാലും നമ്മൾ ഭക്തിയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം സിദ്ധിക്കും. എല്ലാവർക്കും ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക, എന്നും കഥകൾ കേൾക്കുക. മാധവത്തിൻ്റെ കൂടെ എന്നും ഉണ്ടാവണം. ഹരേ കൃഷ്ണ.